മങ്ങാട്ടുപറമ്പ് സായുധ പോലീസ് ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസറും കരിവെള്ളൂർ പാലിയോരിക്കോവൽ സ്വദേശിനിയുമായ പി ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയത് ഗാർഹിക പീഡന വിവരങ്ങൾ കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയതിന്റെ പകയിലെന്ന് ഭർത്താവ്. കെ രാജേഷ് ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. 7 ലക്ഷം രൂപ ദൂർത്തടിച്ചെന്ന് ദിവ്യശ്രീ പറഞ്ഞതും രാജേഷിനെ പ്രകോപിച്ചിട്ടുണ്ട്. ദിവ്യശ്രീ വിവാഹമോചനത്തിൽ ഉറച്ചുനിന്നത് പ്രകോപനം സൃഷ്ടിച്ചെന്ന് ഭർത്താവ് രാജേഷിന്റെ മൊഴിയിൽ പറയുന്നു. 7 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും തിരികെ ചോദിച്ചതും കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പ്രതിയുടെ മൊഴി. ഭാര്യയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് വീട്ടിലെത്തിയതെന്നും രാജേഷ് വെളിപ്പെടുത്തി. പ്രതി രാജേഷ് പയ്യന്നൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പ്രതി രാജേഷിനെ ഇന്നലെ കണ്ണൂർ പുതിയ തെരുവ് ബാറിൽ നിന്നാണ് പിടികൂടിയത്. ദിവ്യശ്രീയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ശേഷമാണ് പ്രതി വെട്ടിയത്. കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷനിലെ CPO ആണ് ദിവ്യശ്രീ. ദിവ്യശ്രീയുടെ വീട്ടിലെത്തിയാണ് രാജേഷ് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിയത്. മുഖത്തും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ദിവ്യശ്രീയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ദിവ്യശ്രീയും രാജേഷും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ കുറെ നാളായി ഇരുവരും അകന്നു കഴിയുകയായിരുന്നു. ഇന്നലെ കുടുംബ കോടതിയിൽ സിറ്റിംഗ് ഉണ്ടായിരുന്നു. സിറ്റിംഗിലാണ് രാജേഷ് ഉപദ്രവിക്കുന്നതായി ദിവ്യശ്രീ വെളിപ്പെടുത്തിയത്. വൈകിട്ട് ദിവ്യശ്രീയുടെ വീട്ടിലെത്തിയ രാജേഷ് ബഹളമുണ്ടാക്കുകയും തുടർന്ന് വടിവാളുകൊണ്ട് ദിവ്യശ്രീയെ ദേഹമാസകലം വെട്ടുകയുമായിരുന്നു. തടയാൻ ശ്രമിച്ച പിതാവ് K വാസുവിന് വെട്ടേറ്റു. നിലവിളിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ ദിവ്യശ്രീ ഗേറ്റിന് മുന്നിൽ കുഴഞ്ഞു വീണു. ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദിവ്യശ്രീയെ രക്ഷിക്കാനായില്ല. സംഭവശേഷം കടന്നുകളഞ്ഞ ഭർത്താവ് കൊഴുമൽ സ്വദേശി K രാജേഷിനെ പിന്നീട് അടുത്തുള്ള ബാറിൽ നിന്നാണ് പിടികൂടിയത്. രാജേഷ് മുൻപ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. വാസുവിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ദിവ്യശ്രീയുടെ മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഭാര്യയെ കൊലപ്പെടുത്തുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടെയാണ് രാജേഷ് എത്തിയത്. രാജേഷിന്റെ കയ്യിൽ പെട്രോൾ നിറച്ച കുപ്പിയുണ്ടായിരുന്നു. കത്തിച്ച് കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി. വീടിനുള്ളിൽ കയറി തീ കൊളുത്തി കൊല്ലാനായിരുന്നു ശ്രമം. ദിവ്യശ്രീ ചെറുക്കുകയും ബഹളം വെച്ച് പുറത്തേക്ക് ഓടുകയും ചെയ്തതോടെ പിറകെ എത്തി വെട്ടുകയായിരുന്നു. ദിവ്യശ്രീയുടെ വീട്ടിൽ കയറിയ രാജേഷ് കണ്ടപാടെ ഭാര്യയെ ആക്രമിക്കുകയായിരുന്നു. ഗേറ്റിനടുത്ത് വെട്ടുകൊണ്ട് വീഴുകയായിരുന്നു ദിവ്യശ്രീ. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം നടന്നത്. പ്രണയവിവാഹിതരായ ഇരുവരും സമീപകാലത്തായി സാമ്പത്തിക വിഷയം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ അകൽച്ചയിലായിരുന്നു. ഇന്നലെ കണ്ണൂർ കുടുംബ കോടതി ഇവരുടെ കേസ് പരിഗണിച്ചിരുന്നു. കോടതിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് രാജേഷിന്റെ ആക്രമണം. കൊല നടത്തിയ ശേഷം ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട രാജേഷിനെ മണിക്കൂറുകൾക്കകം തന്നെ കണ്ണൂർ പുതിയ തെരുവിൽ വെച്ച് വളപട്ടണം പോലീസ് പിടികൂടുകയായിരുന്നു. വിവരമറിഞ്ഞ കണ്ണൂർ SP-യുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തിരുവനന്തപുരം ബറ്റാലിയൻ യൂണിറ്റിലെ ഉദ്യോഗസ്ഥയായ ദിവ്യശ്രീ വർക്കിംഗ് അറേഞ്ച്മെന്റ് പ്രകാരമാണ് 1.5 വർഷത്തോളം ചന്തേര പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തിരുന്നത്.